ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇതൊരു അടിപൊളി ബർത്ത്ഡേ കേക്ക് റെസിപ്പിയാണ്. അപ്പോൾ ഞാനിതെൻ്റെ മോളെ ബർത്ത്ഡേക്ക് റെഡിയാക്കിയ ഒരു കേക്ക് റെസിപ്പിയാണ്. അപ്പോൾ ഞാനിതിൽ ഒരു പുതിയ ട്രെൻഡിങ് ഡിസൈനാണ് ചെയ്തിരിക്കുന്നത്. ഫോൾട്ട് ലൈൻ കേക്ക് ഡിസൈനാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കേക്ക് ഡിസൈൻ എങ്ങനെയാണ് നമുക്ക് റെഡിയാക്കുന്നത് നോക്കാം. പിന്നെ ഒരു ബട്ടർഫ്ലൈൻ്റെ തീമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഈ ഒരു സിമ്പിളായിട്ടുള്ള ഈസി ആയിട്ടുള്ള ഡിസൈൻ എങ്ങനെയാണ് ചെയ്തതെന്ന് നോക്കാം. വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടി 2 കേക്ക് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഒന്ന് സ്ട്രോബെറി ഫ്ലേവറിലുള്ള 1 kg കേക്കും ഒന്ന് പിസ്ത ഫ്ലേവറിലുള്ള 1 kg കേക്കുമാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഞാനിത് ടോൾ കേക്കിലാണ് കേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ രണ്ടായിട്ട് 1 kg ടിന്നിൽ 2 കേക്കായിട്ട് ഞാൻ റെഡിയാക്കി എടുത്തത്. അപ്പോൾ 2 ഫ്ലേവറിലുള്ള ഒരു ടോൾ കേക്കാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പം ഈ ഒരു ടോൾ കേക്കിലാണ് ഈ ഫോൾട്ട് ലൈൻ ഡിസൈനും ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ കേക്കിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ഓരോ കേക്കിനെയും 3 ലെയറായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ 2 കേക്കിനെയും 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഐസിങ് ചെയ്തെടുക്കാം. കേക്കും 2 ഫ്ലേവറിലായതുകൊണ്ട് ഞാൻ വിപ്പിംഗ് ക്രീമിനെയും 2 ഫ്ലേവറാക്കി എടുത്തിട്ടുണ്ട്. വിപ്പിംഗ് ക്രീമിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഒന്നിൽ പിസ്ത ഫ്ലേവറും ഒന്നിൽ സ്ട്രോബെറി ഫ്ലേവറും മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ ഷുഗർ സിറപ്പിലോട്ട് അല്പം മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് കൊടുക്കും നമ്മളുടെ കേക്കിന്. അപ്പോൾ ഷുഗർ ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ഞാൻ ഈ ഷുഗർ സിറപ്പിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്ത സിറപ്പാണിത്. ഇനി നമുക്ക് കേക്ക് സെറ്റ് ചെയ്തെടുക്കാം. കേക്ക് ബോർഡിൽ അല്പം വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഞാനിവിടെ ഫസ്റ്റ് സ്ട്രോബെറിയുടെ ലെയറാണ് ആദ്യം വെച്ച് കൊടുക്കുന്നത്. ഫസ്റ്റ് നമുക്ക് സ്ട്രോബെറിയിൽ നിന്ന് ഒരു ലെയർ എടുത്ത് ആദ്യം വെച്ച് കൊടുക്കാം. എന്നിട്ട് ഷുഗർ സിറപ്പ് വെച്ച് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ സ്ട്രോബെറിയുടെ ലെയർ കേക്കിൽ സ്ട്രോബെറിയുടെ ക്രീമല്ല ആഡ് ചെയ്ത് കൊടുക്കുന്നത്, പിസ്തയുടെ ഫ്ലേവറുള്ള ക്രീമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. നമ്മൾ ആ കേക്കിൽ നമ്മൾ പിസ്തയുടെ കേക്കിൽ സ്ട്രോബെറിയുടെ ക്രീമും സ്ട്രോബെറിയുടെ കേക്കിൽ പിസ്തയുടെ ഫ്ലേവറും ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ലൊരു കേക്ക് കട്ട് ചെയ്യുമ്പോൾ കാണാനും നല്ലൊരു ഭംഗിയാണ്, കഴിക്കാനും നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് ഷുഗർ സിറപ്പുകൾ നന്നായിട്ട് കേക്ക് വെറ്റ് ചെയ്തതിന് ശേഷം സ്ട്രോബെറിയുടെ കേക്കിൻ്റെ മുകളിലായിട്ട് പിസ്തയുടെ വിപ്പിംഗ് ക്രീം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ 1-2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് ചോക്കോ ചിപ്സ്, വൈറ്റും ബ്ലാക്കും ചോക്കോ ചിപ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് ലെയർ ഐസിങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് പിസ്തയുടെ കേക്കിൽ നിന്ന് ഒരു ലെയർ വെച്ച് കൊടുക്കാം. അതിനുശേഷം ഷുഗർ സിറപ്പ് വെച്ച് നന്നായിട്ട് വെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ സ്ട്രോബെറിയുടെ ക്രീമാണ് പിസ്തയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടുള്ളത്. അതിനുശേഷം മിൽക്ക് മെയ്ഡിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ചോക്കോ ചിപ്സും ആഡ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ലെയറും നമുക്കൊന്ന് ഐസിങ് ചെയ്തെടുക്കാം. ഇപ്പോൾ ലെയറിലെല്ലാം ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ക്രം കോട്ടിങ് ചെയ്തിട്ട് ഫ്രിഡ്ജിലൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇപ്പോൾ ക്രം കോട്ടിങ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കിയിട്ടുള്ള കേക്കാണിത്. ഇനി നമുക്ക് സെക്കൻഡ് ഐസിങ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി വൈറ്റ് വിപ്പിംഗ് ക്രീമാണ്, ഇതിൽ കളറൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ നമുക്ക് സെക്കൻഡ് ഐസിങ് ഫുള്ളായിട്ട് വൈറ്റ് ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. സെക്കൻഡ് ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ടോപ്പിൽ പാലക് നൈഫ് വെച്ച് ഇതേപോലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് സർക്കിളായിട്ടുള്ളൊരു ചെറിയൊരു ലൈൻ ഡിസൈൻ കൊടുക്കുന്നുണ്ട്. ഇനി മൂന്നാമത്തെ ഐസിങ് ചെയ്തെടുക്കാൻ വേണ്ടി ഞാൻ പൈപ്പിംഗ് ബാഗിൽ യെല്ലോ കളറിൽ വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയാണ് നമുക്ക് മെയിനായിട്ടുള്ള നമ്മളെ പുതിയ ഡിസൈൻ ചെയ്തെടുക്കാനുള്ളത്. അപ്പോൾ അതിന് വേണ്ടി ഇതേപോലെ പൈപ്പിംഗ് ബാഗിൽ ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് ഭാഗം ഒരു നടുക്ക് നമ്മൾ സെൻറ്ററായിട്ട് ഏതാണ് നമ്മൾ എടുക്കുന്നത് ആ ഒരു ഭാഗത്ത് നമ്മൾ കുറച്ച് ഗ്യാപ്പ് കൊടുത്തതിന് ശേഷം ഇതേപോലെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ വിപ്പിംഗ് ക്രീം നമ്മളിതേപോലെ ഒന്ന് വൈപ്പിംഗ് ബാഗിലാക്കി ചെയ്ത് കൊടുക്കണം. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ചെയ്ത് കൊടുക്കണം. അപ്പോൾ പകുതി ഒരു പോർഷൻ നമ്മൾ ഗ്യാപ്പായിട്ട് വിട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ബാക്കിയുള്ള എല്ലാ ഭാഗത്തും കംപ്ലീറ്റ് ആയിട്ടൊന്ന് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കണം. ഇടയ്ക്കുള്ള ആ ഗ്യാപ്പിൽ നമ്മൾ വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാൻ പാടില്ല. എന്നിട്ട് നമ്മൾ വിപ്പിംഗ് ക്രീം
ആ സൈഡിൽ എൻഡിൽ ആഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നല്ല കറക്റ്റ് ആ ഒരു ലൈനായിട്ട് ആഡ് ചെയ്ത് കൊടുക്കരുത്. സ്ട്രെയിറ്റ് ആയിട്ടല്ല നമുക്ക് ആവശ്യമുള്ളത്, കുറച്ച് തെറ്റിച്ച് ഒന്ന് കയറി ഇറങ്ങി അങ്ങനെ വേണം നമുക്ക് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കേണ്ടിയുള്ളത്. മുകളിൽ ടോപ്പിലും അങ്ങനെയാണ്, കറക്റ്റായിട്ട് ടോപ്പിൽ ഫിനിഷിങ് ലൈൻ പാടില്ല. അപ്പോഴേ ഈ ഫോൾട്ട് ലൈനിൻ്റെ ആ ഒരു ഡിസൈനിൻ്റെ ഭംഗി ക്ലീൻ ആയിട്ടുള്ള ഒരു ഡിസൈനല്ല, നമുക്കത് ആ ഒരു ഫോൾട്ടായിട്ട് വേണം കാണാനുള്ളത്. അപ്പോഴാണ് കാണാൻ നല്ലൊരു ഭംഗി കിട്ടുന്നത്. അപ്പോൾ ഇതേപോലെ ഫുള്ളായിട്ട് നമുക്ക് പൈപ്പിംഗ് ബാഗിൽ ബാക്ക് സൈഡെല്ലാം അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു സ്ക്രാപ്പർ വെച്ച് സൈഡെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് ലെവലാക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ ഗ്യാപ്പ് വിട്ട സ്ഥലത്ത് അതൊന്ന് കയറി ഇറങ്ങി അങ്ങനെ തന്നെ ഇരിക്കണം, അത് ക്ലീൻ ചെയ്തെടുക്കാൻ പാടില്ല. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള വിപ്പിംഗ് ക്രീം സൈഡിലെല്ലാം അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം സ്ക്രാപ്പർ വെച്ചൊന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ ഫാൾട്ട് ലൈനിൻ്റെ ഡിസൈന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ സൈഡിലായിട്ട് സ്ക്രാപ്പർ വെച്ച് ഒരു ലൈൻ ഡിസൈനും കൊടുക്കുന്നുണ്ട്. അത് ഫുള്ളായിട്ട് അല്ല, ആ യെല്ലോ ഭാഗത്ത് മാത്രം ഇതേപോലെ ലൈനായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, ഫാൾട്ട് ലൈനിൻ്റെ മെയിനായിട്ടുള്ള ഡിസൈൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ടോപ്പിലും ഫാൾട്ടായിട്ട് നമ്മൾ ആ ചെയ്ത സൈഡിൽ കുറച്ച് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഗോൾഡൻ ഡ്രിപ്പ് ബ്രഷിൽ വെച്ച് ഒന്ന് എല്ലാ ഭാഗത്തും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കേക്ക് കുറച്ചും കൂടെ അടിപൊളി നല്ലൊരു ഭംഗിയാണ് കാണാൻ. ആ മുകളിലുള്ള എല്ലാ ഭാഗത്തും നമ്മൾ ആ യെല്ലോ ഭാഗത്തുള്ള എല്ലാ ടോപ്പിലും ഈ സൈഡിൽ നമ്മൾ ഫാൾട്ടായിട്ട് വെച്ചിട്ടുള്ള ആ വൈറ്റ് ഗ്യാപ്പിൻ്റെ ആ സൈഡിലുള്ള ആ ഭാഗത്തും നമുക്ക് ഈ ഗോൾഡൻ ഡ്രിപ്പ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഗോൾഡൻ ഡ്രിപ്പ് ഇല്ലെങ്കിൽ ഗോൾഡൻ ഡസ്റ്റ് ഒരല്പം വെള്ളം മിക്സ് ചെയ്ത് ബ്രഷ് ചെയ്ത് കൊടുത്താലും മതിയാകും. ഇപ്പോൾ ഗോൾഡൻ വെച്ചുള്ള വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. സൈഡിലും ടോപ്പിലും സൈഡിലുമായിട്ട് ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കേക്ക് കാണാൻ കുറച്ചും കൂടെ നല്ലൊരു ഭംഗിയായിട്ടുണ്ട്. ഇനി നമ്മൾ ആ വൈറ്റ് വിട്ട ഭാഗത്ത് ഞാനിവിടെ ഗോൾഡൻ്റെ പേപ്പർ ഒന്ന് ഇടയ്ക്കിടയ്ക്കായിട്ടൊന്ന് വെച്ച് കൊടുക്കുകയാണ്. ഗോൾഡൻ പേപ്പർ വെച്ചിട്ടുള്ള വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നമ്മുടെ കേക്ക് നല്ല അടിപൊളി ഒരു ലുക്കിലായിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൽ വേണ്ടി കുറച്ച് എഡിബിളായിട്ടുള്ള ബട്ടർഫ്ലൈ എടുത്തിട്ടുണ്ട്, യെല്ലോ കളറിലുള്ളതാണ്. പിന്നെ ഞാൻ കേക്കിൻ്റെ ടോപ്പിലും സൈഡിലുമായിട്ട് വെക്കാൻ വേണ്ടി ബോൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഗോൾഡൻ കളർ കിട്ടിയില്ല, സിൽവർ കളറാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് എഡിബിളല്ല. അപ്പം ഞാൻ അതും യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ഗോൾഡൻ കളറിലെ ബട്ടർഫ്ലൈ ഇതേപോലെ സ്റ്റിക്കിൽ വെച്ച് ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതും എഡിബിളല്ല. അപ്പോൾ ഇത് ടോപ്പിൽ വയ്ക്കാനാണ്. പിന്നെ വേണ്ടിയിട്ടുള്ളത് ഷുഗർ ബീറ്റ്സാണ്, അതും സിൽവർ കളറാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഗോൾഡൻ കളറിൻ്റെ ചെറിയ ഷുഗർ ബീറ്റ്സും യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ആദ്യം കേക്കിൻ്റെ ടോപ്പിലായിട്ട് ബോൾസ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിൽ വലുതും ചെറുതുമായിട്ടുള്ള കുറച്ച് ബോൾസാണുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം 2-3 വലുതും ചെറുതുമായിട്ട് അങ്ങനെ കുറച്ച് മുകളിൽ അധികമായിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ കേക്കിൻ്റെ ഓപ്പോസിറ്റായിട്ട് താഴെയും ഇതേപോലെ ഒന്ന് വലുതും ചെറുതുമായിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. കേക്കിൻ്റെ ടോപ്പിലും സൈഡിലുമായിട്ട് ബോൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കേക്കിൻ്റെ ടോപ്പിലായിട്ട് സ്റ്റിക്കിൽ വെച്ചിട്ടുള്ള ബട്ടർഫ്ലൈ ഇതേപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. ആദ്യം കുറച്ച് ഹൈറ്റിൽ, അതിൽ നിന്ന് കുറച്ച് ഹൈറ്റ് താന്ന് അങ്ങനെ ആ ഒരു ഓർഡറിൽ ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. അതിനുശേഷം സൈഡിലെല്ലാ ഭാഗത്തും നമ്മൾ എഡിബിളായിട്ടുള്ള ബട്ടർഫ്ലൈ റൊട്ടേറ്റ് ചെയ്ത് എല്ലാ ഭാഗത്തും, പിന്നെ വൈറ്റ് നമ്മൾ ഗ്യാപ്പായിട്ട് വിട്ടിട്ടുള്ള ആ ഭാഗത്തും ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. അത് ചെറിയ ബട്ടർഫ്ലൈ ആണ്, എഡിബിളായിട്ടുള്ള ബട്ടർഫ്ലൈ ഒന്ന് വെച്ച് കൊടുക്കാം. അതിനുശേഷം സിൽവർ ബോൾസും ഗോൾഡൻ ബോൾസും വെച്ച് നമുക്ക് എല്ലാ ഭാഗത്തും ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ കേക്കിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നല്ലൊരു ഭംഗിയായിട്ടുള്ളൊരു അടിപൊളി കേക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ പുതിയ ടാൾ കേക്ക് ഫാൾട്ട് ലൈൻ ഡിസൈനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളും തീർച്ചയായിട്ടും ഇത് വീട്ടിൽ കേക്ക് ട്രൈ ചെയ്യുമ്പോൾ നമുക്ക് സാധാ ഹൈറ്റ് ഇല്ലാത്ത കേക്കിലും ഈ ഒരു ഡിസൈൻ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി കേക്കിൻ്റെ ടോപ്പിലായിട്ട് എനിക്ക് പേരെഴുതാനുണ്ട്, ബർത്ത്ഡേ ഗേളിൻ്റെ പേരും പിന്നെ ഹാപ്പി ബർത്ത്ഡേയുടെ ടോപ്പറും കൂടെ വെക്കാനുണ്ട്. ഇത്രയേ ഉള്ളൂ. കേക്കിൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും അതിനടുത്തുള്ള കുഞ്ഞു ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്.
അപ്പോൾ നിങ്ങൾ നെക്സ്റ്റ് ടൈം തീർച്ചയായിട്ടും കേക്ക് ചെയ്യുമ്പോൾ ഈ ഒരു ഡിസൈൻ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.